പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. എൻ ദൈവം എന്റെ ആശ്രയം, അതെത്രയുത്തമം. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. എൻ ദൈവം എന്റെ ആശ്രയം, അതെത്രയുത്തമം. ആമേൻ. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം, ദുഃഖിതർക്കാശ്വാസമേവൻ കൂടെയുണ്ടെന്നു. മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം, ദുഃഖിതർക്കാശ്വാസമേവൻ കൂടെയുണ്ടെന്നു. ആമേൻ. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. നീതിമാന്മാരിൽ അനർത്ഥമേറി വന്നെന്നാലും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൽ അനർത്ഥമേറി വന്നെന്നാലും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. എൻ ദൈവം എന്റെ ആശ്രയം, അതെത്രയുത്തമം. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. എൻ ദൈവം എന്റെ ആശ്രയം, അതെത്രയുത്തമം. ആമേൻ. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ വരുന്ന പകരപ്പെടണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരേ ധാരാവായ Hallelujah, hallelujah, hallelujah. Oh, thank you, Jesus. Hallelujah. ഞങ്ങളതിലേക്ക് സ്തോത്രം ചെയ്യുന്നു. Hallelujah. ഓരി ഖാരബലഹ ശന്ദരാദിക ബഹൽ കൗഡമാരകന ഘടക ശന്ദര ദിഗൽ കനാരകന ഘടക ശംഭമാരകന ഹത്വര
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. ദാദാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഒരുമിച്ച് തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വീണ്ടും കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് ആത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ ശക്തിയോടെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്. ആമേ, ഹല്ലേലൂയ. വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ട നല്ല സാക്ഷ്യങ്ങളെ കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കേണ്ടതിന്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചനകൾ കേട്ട് ആമേൻ ബലമേറ്റെടുപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണം. കടന്നു വന്നതിനേക്കാളുപരി അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ മുറ്റുമായി നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. തിരുമേശ നമ്മുടെ മധ്യമുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ രാത്രി കർത്താവിൻ്റെ നമ്മെ കരത്തിൻ്റെ വല്ലഭത്വം കണ്ട് നമ്മെ പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. Praise the Lord. Our gracious and heavenly Father, we thank you, Lord, for this day that you gave us, O Lord, mighty Father. We thank you for this blessed day that you gave us, Almighty Father. We thank you, Lord, that you gathered us from all the corners of this country to worship you in truth and in spirit, O Lord, mighty Father. Lord, mighty Father, we thank you, Lord, for all the heads that has bowed in thy presence, O Lord. Lord, mighty Father, you chose us, O Lord, even before we were born in our mother's womb, O Lord. Lord, even before you established the foundations of the earth, O Lord, Father, you placed us in Christ Jesus, O Lord, mighty Father. And you set us in heavenly places along with Christ Jesus. And you filled us with hope, O Lord, of thy second coming, O Lord, mighty Father. We thank you, Lord, for thy divine selection upon us, O Lord, mighty Father. Lord Jesus, we pray, O Lord, for this worship meeting, O Lord. We pray, O Lord, from the beginning unto the end. Let the name be exalted above all other names, O Lord, mighty Father. O Lord, mighty Father, we pray, O Lord, that in the name of Jesus, all doors of blessings, O Lord, all doors of healing, O Lord, Father, all doors of prosperity be opened unto each one of us, O Lord. Lord, mighty Father, those who are sick, O Lord, let them be healed by the name of Jesus, O Lord, Father. O Lord, mighty Father, those who are depressed, O Lord, let them be freed by the name of Jesus, O Lord. Lord, mighty Father, we pray, O Lord, Father, that let the weak, let them sing they are strong today, O Lord, Father. O Lord, mighty Father, we pray for the word of God that be preached today, O Lord, Father. Let thy name be exalted above all other names, O Lord, Father. Let it be preached, O Lord, by the power of the Holy Spirit, O Lord, Father. O Lord, we pray, O Lord, for all the children, those who are gathered in thy presence, O Lord. We pray that the Holy Spirit and the word of God rest upon them, O Lord. Amen. Let them be sealed for thy kingdom, O Lord, Father. Let all testimonies, O Lord, that rise up today, O Lord, let it be for thy glory, O Lord, mighty Father. O Lord, from the beginning unto the end, O Lord, let thy name be exalted, O Lord, mighty. O mighty Father, we pray, O Lord, that you found it pleasing, Abba Father, that you sacrificed thy only beloved Son for us, O Lord Jesus, and you saved us on the cross of Calvary, O Lord. We remember thy divine sacrifice, O Lord. We remember thy divine exchange on the cross. You gifted us with eternal life, O mighty Father. O Lord, we thank you, O Lord. Let the Lord's table be a blessing to each one of us, O Lord, mighty Father. Let thy name be exalted, O Lord. Let the will be done, O Lord, from the beginning unto the end, O Lord. We submit everything into thy divine hands. In Jesus' name we ask you all this. Amen. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 103-ാം സങ്കീർത്തനം വാക്യം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. 103-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 103. അതിൻ്റെ 22-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. 103-ാം സങ്കീർത്തനം എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 103-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 103.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും വത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തെ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ സകല പ്രവൃത്തികളും യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം കൂടി നമുക്ക് അധരങ്ങളെ തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നാം തിരുവെഴുത്തെ വായിച്ചതുപോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധനാഭാവത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവർ നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ഇന്ന് വരെ നിലനിർത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് നാം ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പറയാം, അതേ കർത്താവേ, നീ മാത്രം മതി എനിക്ക്. അവിടുത്തെ കൃപ മാത്രം മതി എനിക്ക്. ഈ മരുഭൂമി യാത്രയിൽ എനിക്ക് ആവശ്യം അവിടുത്തെ കൃപയാ. ഇന്ന് വരെ എന്നെ നിലനിർത്തി അവിടുത്തെ കൃപ, ഇനി മേലാലും അത് മാത്രം മതി. നമുക്ക് ചേർന്ന് ഒരുമിച്ച് പാടാമല്ലോ. Hallelujah. Thank you, Jesus. Hallelujah. പരിശുദ്ധനാം നാഥനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ, ഭാരങ്ങളെ വിടുമ്പോ
തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. ഓ നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ വരു യാത്രയാണ് തിരുകൃപ മതി എനിക്ക്. ഈ വരു യാത്രയാണ് തിരുകൃപ മതി എനിക്ക്. Hallelujah. Praise the Lord. Hallelujah. 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 അതെ, നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് കർത്താവിൻ്റെ കൃപ മതി. ആമേൻ. നമുക്കൊരു ഗാനവും കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണല്ലോ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വം കരയറ്റും. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അവൻ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിനിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിനിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 Hallelujah, hallelujah. Ora bara bara hashandaraj gabahal khanaragala. Dibal pauda baba bahat khanaragala gadaga shandara. Hallelujah, hallelujah, hallelujah. Digara bala hashandari gal khanaragala. Hallelujah.
ഹല്ലേലൂയ. നമ്മെ യഥാർത്ഥമായി അറിയുന്ന നമ്മുടെ കർത്താവ്, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ കർത്താവ്, അവിടുന്ന് പരീക്ഷ ജീവിതത്തിൽ അനുവദിച്ചാൽ അതിനോട് കൂടെ നീക്കുപോക്കുകളും വരുത്താമെന്ന് ആമേൻ അവിടുത്തെ വാഗ്ദത്തമാകയാൽ ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്കപ്പുറത്ത് ആമേൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുണ്ട് എന്ന ഉറപ്പോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് വീണ്ടും അടിയങ്ങളെ ഏൽപ്പിക്കുക നാഥ. തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം, അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യയുണ്ട്, പ്രിയ ചന്ദ്രബോസങ്ങളുണ്ട്, കുഞ്ഞു അമ്പാഷുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആമേൻ ഇന്ന് രാത്രി ആമേൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷാജി യോഹന്നാൻ, കർത്താവിൻ്റെ വിലയേറിയ ദാസനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശേഷം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ആമേൻ നമ്മുടെ മധ്യയെ ദൈവം അയച്ചിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃഭൃത്യനായ ദൈവത്തിന് സ്തോത്രം. വരും ദിവസങ്ങളിലും ഇന്ന് രാത്രിയിലും ദൈവവചനം നമ്മോട് ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരും എന്നതിൽ തെല്ലും സംശയമില്ല. കർത്താവിൻ്റെ ദാസനെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ ആമേൻ നമ്മുടെ മധ്യേ നമ്മുടെ പ്രിയ ബി ബ്രദറിൻ്റെ മദറിൻലോ കുഞ്ഞമാമ നമ്മുടെ മധ്യേ ഉണ്ട്. അമ്മാമ്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ അമ്മാമ്മയെ അറിയാമല്ലോ, ദീർഘവർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ ഓർത്ത് അമ്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. മറ്റ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൽ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും, മിക്ക പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി ആമേൻ സ്തോത്രം. ഞാൻ വേഗത്തിൽ സങ്കീർത്തന ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. 103 സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. നാം എപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സങ്കീർത്തനമാണ്. അതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ വ്യക്തിപരമായ നന്മകൾക്ക്, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നത്, സ്തുതി അർപ്പിക്കുന്നത് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് ജനത്തിനു വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനുള്ള ആമേൻ പ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗം അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കണം എന്നതിനുള്ള ആഹ്വാനം നൽകുന്ന മൂന്നാമത്തെ ഭാഗവും ഈ സങ്കീർത്തനത്തിൽ കാണുന്നു. അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എൻ്റെ അടുത്ത വാക്യങ്ങൾ മുതൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളുടെ ഒരു വലിയ നിര രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ മാത്രം ആമേൻ നാം മനസ്സിരുത്തി വായിക്കുമ്പോൾ ഏകദേശം 30-ലധികം ഉപകാരങ്ങൾ കർത്താവ് ചെയ്തതായിട്ട് ആമേൻ സ്തോത്രം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അത് ആമേൻ പാപത്തിൻ്റെ മോചനം മുതൽ
രോഗസൗഖ്യം മുതൽ തൻ്റെ ജനത്തോട് ദൈവം കാണിക്കുന്ന ദയ, കരുണ, വിശ്വസ്തത, തൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യമായ നീതി എന്നിത്യാദി വിഷയങ്ങൾ വളരെ സവിസ്തരം വിവരിക്കുന്ന വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവസന്നിധിയിൽ പാപങ്ങളുടെ മോചനം, അകൃത്യങ്ങളുടെ മോചനം അത് ലഭിച്ചിട്ടുള്ള സ്തോത്രം നിത്യമായ നീതിയെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവമക്കളാണ് ഇന്ന് രാത്രിയിലും ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രാത്രിയിൽ ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ, സ്തോത്രം, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള, ചെയ്യുന്നതായ, നാം എപ്പോഴും പറയാറുണ്ടല്ലോ, നാം നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയത്. അവിടുത്തെ കരുണയാ, അവിടുത്തെ കൃപയാ, അവിടുത്തെ വിശ്വസ്തതയാ, അവിടുത്തെ ദയയാ. സ്തോത്രം, അങ്ങനെയെങ്കിൽ നാം പലപ്പോഴും അവിശ്വസ്തത കാണിക്കുമ്പോഴും കർത്താവ് വിശ്വസ്തനായി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവായി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, വാഗ്ദത്തം ചെയ്തവൻ പ്രതികൂല സാഹചര്യങ്ങളെ പോലും അനുകൂലമാക്കി, സ്തോത്രം, അമേൻ, വാക്ക് മാറാതെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനാകൊണ്ട് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് ഒരുമിച്ചത് പറയുവാനായിട്ട് കഴിയുമോ? എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഞാൻ മറക്കുകയില്ല. സ്തോത്രം, കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രാരംഭത്തിൽ അവരെഴുന്നേറ്റ് അവർ പഠിച്ച വാക്യം പറയും. ഓൾ ചിൽഡ്രൻ ക്യാൻ സ്റ്റാൻഡ് ടുഗെദർ ആൻഡ് വിൽ റിസൈറ്റ് ദ ബൈബിൾ വേഴ്സ്. Grace Anna will come forward and will lead the session. Praise the Lord. Hebrews chapter 13 verse 1, 2 and 5. Let brotherly love continue. Do not forget to entertain strangers, for by so doing, some have unwittingly entertained angels. Let your conduct be without covetousness. Be content with such thing as you have. For he himself has said, I'll never leave you nor forsake you. Amen. Amen. Shout hallelujah 3 times. ആമേൻ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെഴുന്നേറ്റ് കർത്താവെ മനപ്പാഠവാക്യം പരസ്യമായി പറയുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിച്ചു. അവിടുത്തെ കൃപ ഞങ്ങളോട് കുഞ്ഞുങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ശേഷം കർത്താവെ പഠനത്തിലൊക്കെ അവിടുത്തെ സാന്നിധ്യം ഇരിക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ നല്ലതുപോലെ പഠിക്കുവാൻ വേണ്ട താല്പര്യം അവിടുന്ന് വർദ്ധിപ്പിക്കുമാറാകണമേ. പഠിക്കാനുള്ള ബുദ്ധി അവിടുന്ന് കൊടുക്കുമാറാകണമേ. അവരുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. എല്ലാറ്റിലും ഉപരി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളായി, ദൈവകൃപയിൽ നിറഞ്ഞവരായി, ആത്മാവിൽ നിറഞ്ഞവരായി, ആത്മാവിൻ്റെ ബലത്തോടെ സഞ്ചരിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നമ്മുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കർത്താവ് ഹാഫ് ഇയർലി എക്സാം ഒക്കെ അടുത്തു വരുന്നു. സ്വർഗത്തിലെ ദൈവം അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. യാത്രകളിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മറ്റ് മുതിർന്ന പ്രിയപ്പെട്ടവർക്ക്, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാം. ആമേൻ. സ്തോത്രം. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് Praise the Lord. God gave me one more day in my life. Please pray for me and spiritual life. Today I like to tell a verse from the Bible. Psalms 37 verse 6-4. Take delight in the Lord, and He will give you what you desire with your heart. Thank you. ആമേൻ. സ്തോത്രം. Praise the Lord. God gave me one more year in my life. Please pray for me and my spiritual life. Amen.
Praise the Lord. God give me one more year in my life. Please pray for me and spiritual life. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സഭായോഗത്തിൽ കടന്നു വരുവാൻ തൊക്കണം. ജീവിതത്തിൽ ലഭിച്ച സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ വന്നപ്പോഴും കർത്താവ് ഞങ്ങളെ അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരീക്ഷ തരുന്ന ദൈവം പരിഹാരം എന്തെന്ന് കരുതിയിട്ടുണ്ട്. എൻ്റെ നന്മയ്ക്കായെന്ന് ഞാൻ അറിയുന്നു. കർത്താവ് പറഞ്ഞു, യെരമ്യാ പ്രവാചകത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തൊക്കണം. ഞങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് കർത്താവ് അറിയുന്നു. അപ്പോൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ വരുന്ന ദിവസം ഓഗസ്റ്റ് 31 തിമോത്തി ദൈവഹിതമായാൽ ഫർദർ സ്റ്റഡീസിനോടനുബന്ധിച്ച് നാട്ടിലോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം ജനനം മുതൽ ഇത്രത്തോളം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ പരിപാലിച്ചു. പലവിധമായ ശാരീരിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരിട്ടു എങ്കിലും ഒന്നും അനർത്ഥം വ്യസന കാരണമായി തീരാതെ വേണം. ഇത്രത്തോളം ദൈവം അവനെ നടത്തി. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനും കുടുംബവും പലപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പേഴ്സണലി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച അനേക സഹോദരിമാരുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അവനെ പഠിപ്പിച്ച എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. എവിടെ പോയാലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞായിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നോളുക എന്നുള്ള ശബ്ദം അവൻ കേട്ടുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് പോലെ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ, യൗവനമോഹങ്ങളെ വിട്ടോടി ദയാക്ഷമ, ദീർഘശാന്തി എന്നിവയെ പിന്തുടർന്നുകൊണ്ട് നല്ല കുഞ്ഞായി വളരുവാൻ തൊക്കണം. കർത്താവിൻ്റെ കരങ്ങൾ അവനെ സമർപ്പിക്കുന്നു. ജോഷൻ മോനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് അവനെ സൂക്ഷിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് ഹൃദയത്തോടെ സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ആമേൻ. സ്തോത്രം. വീണ്ടും ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമായ കർത്താവിടെ ആക്കിയതിനാ ദൈവത്തെ സ്തുതി. ഇടനായിരുന്ന ഇടങ്ങളിലാ ദൈവത്തിൻ്റെ പരിപാലനം ജീവിതത്തിൽ അനുവദിച്ചറിയാൻ ദൈവയുടെ ആക്കി. കുഞ്ഞുങ്ങളായിരുന്നിടത്ത് ദൈവം അവരെയും പരിപാലിച്ചു. ദൈവം ചെയ്ത സകവാരങ്ങൾക്ക് നന്ദിയുള്ള ജയിപ്പാൻ അടിയൻ്റെ കുടുംബം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് സാക്ഷ്യം നിന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഇവരോടത്തെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവയുടെ ജീവിതം നൽകിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമ്മുടെ സഭ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ കൺവെൻഷനിലെ ഗസ്റ്റ് സ്പീക്കറായി കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ഷാജി യോഹന്നാൻ, പ്രിയ ദേവദാസൻ, അടിൻ്റെ മാതൃസഭയിലെ ശുശ്രൂഷകനാണ്. പ്രിയ ദേവദാസനോടൊത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം അടിയിൽ ജീവിതം നൽകി തന്നതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ കുടുംബമായി ഇത്രത്തോളം ദൈവം അടിങ്ങളെ അനുഗ്രഹത്തോടെ ഈ ദേശത്ത് കാത്തുപരിപാലിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യം അതെല്ലാം നൽകി തന്ന് ഇത്രത്തോളം ദൈവം അടിങ്ങളെ കാത്തുപരിപാലിക്കുന്നതായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് നന്ദിയുള്ളവനാണ് അടിങ്ങൾ. തുടർന്നും നിങ്ങളെ ഇവരുടെ അടിങ്ങളുടെ കുടുംബമായ അടിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ അപേക്ഷയുണ്ട്. ദൈവ ഹിതത്തിനായ അടിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനയെ ചോദിച്ചാൽ ഒരു വർഷം കൂടെ ദിവസം തന്നെ. ആമേൻ. Praise the Lord. Praise the Lord. I'd like to praise and thank the Lord for giving me this wonderful opportunity to stand in His midst and testify God's holy name. God is good to me for the past years while I've been here in Oman. If God willing, I'll be traveling to India for my further studies in the coming week. I'd like to thank all my Sunday school teachers and all the uncles and aunties who have prayed for me. I do request you all to continue praying for me and my spiritual life. Amen. ആമേൻ. സ്തോത്രം. Praise the Lord. I praise and thank God for giving me this wonderful opportunity to stand and testify God's holy name. God has been extremely kind and graceful upon to me and my family, especially during the unknown times of tribulation where God has redeemed us several times. As the church may know, I'm here for a 2-month vacation after completing my first year of engineering, and many good things have happened while I was here on my vacation. As God enabled me to have my Oman's driver's license, and as a church, as God had listened to a church prayer regarding my results of my first year exam, God was very kind. I have passed in all the subjects, and likewise I've been promoted for my second year. My classes will be commencing on 26th of August. Likewise tomorrow, if God wills, I'll be traveling back to Dubai tomorrow evening. So I request the church to pray for my journey
and for my future life there regarding my studies and my spiritual life. God bless you, everyone. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ജീവിതയാത്രയിൽ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. വെക്കേഷൻ ബന്ധത്തിൽ ചില ആഴ്ചകൾ 2 മാസത്തിൽ പരം നാട്ടിലായിരിക്കാനിടയായി. ഞങ്ങളുടെ യാത്രയിലുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരുന്നു. സങ്കീർത്തനത്തിൽ വായിച്ച പോലെ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, പൊടിയെന്ന് ഓർക്കുന്നു. കർത്താവ് എന്നെ ഓർത്തു, എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ മോൻ ജോഷുവായുടെയും അക്സമോളുടെ കുടുംബമായുള്ള സ്നേഹവന്ദനവും സ്നേഹാന്വേഷണവും ദൈവസേവ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് കുടുംബമായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. ആമേൻ. Praise the Lord. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Whom shall I be afraid? Psalms 27 verse 1. God gave me one more year in my life. Please pray for me. ആമേൻ. ആമേൻ. സ്തോത്രം. Praise the Lord. God gave me one more year in my life. Please pray for me and my spiritual life. Amen. ആമേൻ. Praise the Lord. I praise and thank God for giving me this opportunity to stand amongst His chosen ones. I am Tony, eldest son of James Richard. The Lord enabled me to travel to the UK to give my PLAB licensing exam because I am hoping to continue my further training over there. The Lord protected me as I was in Manchester for 1 month to give the exam. He enabled me to clear the exam. I thank you all for praying for me. And also He enabled me to be in London for 1 month as I was doing a clinical observership in a hospital in London. I thank God for helping me to go there safely and return, and on the way back come to Dad and spend some time with him. I ask that you all please continue praying for my family, as your prayers have been a huge support. Thank all the uncles and all the aunties here for praying for our family for all these years. I also thank the OPA Tamil family for praying us for all these years. I'm deeply grateful to you all. I'm hoping to go back to India so that I can work there for some time before I get a job in the UK. So please continue praying for my family, and please remember my brother Richie, who is in Australia. I ask that you guys also please pray for him. Thank you for your prayers. ആമേൻ. ആമേൻ. സ്തോത്രം. Praise the Lord. I praise and thank God for His wonderful time. God has given me once again to stand His midst and testify His holy name. The Lord has kept us safe in the past days, in the past weeks. He kept us safe from all trials and tribulations. God willing, this coming Friday, as a family, we are planning to go to Kerala for our annual vacation. I ask the church to keep us in your prayer so that wherever we are, in all our travels and everything, God may keep us safe from all sickness, illness, and help us to come back safely. And God willing, while we are there, we are planning to have the dedication of the new house that we built, and I ask all of you to keep us in your prayers so that everything may become for the glory of God. Thank you. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ സാക്ഷ്യവാചകങ്ങളിലൂടെ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ 1 വർഷവും കൂടെ ദാനമായി നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലിയോന മോളെ ഏൽപ്പിക്കാം. കുഞ്ഞിനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. നമ്മെ ലേവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കുഞ്ഞിനെ കർത്താവ് സഹായിക്കട്ടെ. അബീഗയിലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആൽവീന മോളെ ഏൽപ്പിക്കാം. ലൂക്കാസിനെ ഏൽപ്പിക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം സ്വർഗത്തിലെ ദൈവം വേണ്ടി സഹായിക്കേണ്ടതിന് അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയ ഏലിയാം സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടല്ലോ. ആമേൻ. സ്തോത്രം. തിമോത്തി പഠനത്തോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. യാത്രയിലെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ ശ്രദ്ധയോടെ പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. തിമോത്തിയും സാക്ഷ്യം പറഞ്ഞല്ലോ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കേണ്ടതിന്, പഠനത്തിലൊക്കെ ദൈവ സാന്നിധ്യം ഇരിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജോഷിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ദൈവകൃപാധികമായി പകരപ്പെടേണ്ടതിന്, പഠനത്തിലൊക്കെ ദൈവ സാന്നിധ്യം ഇരിക്കേണ്ടതിന്, കുടുംബമായി കർത്താവ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞമ്മയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയെ ചില വർഷങ്ങൾക്ക് ശേഷം
വർഷം അമേൻ ഒരുമിച്ച് തലമുറകളോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാനും അമേൻ ഒരുമിച്ച് കൂട്ടായ്മയിൽ സംബന്ധിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്നല്ലോ. വീണ്ടും കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തേണ്ടതിന് ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് അമ്മേ വേണ്ട ബലമെല്ലാം കർത്താവ് പകരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അമ്മേ സ്തോത്രം. പ്രിയായ ബിബ്രദറിനെ സിസ്റ്ററെ തലമുറകളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മേ കർത്താവ് പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ റോം ബ്രദറിനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ദൈവകൃപയാൽ വീണ്ടും നിലനിർത്തേണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജോയലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. വെക്കേഷനുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്നല്ലോ. പഠനത്തിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നു. ഇവിടെ ആയിരുന്നപ്പോൾ അമേൻ ഒമാൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു. അമേൻ വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തല്ലോ. സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ കെ സി മോൻസ് ചായന് കുടുംബമായി പ്രിയപ്പെട്ടവരെ ചില മാസങ്ങൾ നാട്ടിലായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെയിരുന്നു. ആയിരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവരുമായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ടോണിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ആമേൻ. ഇവിടെ ആയിരിക്കുന്നത് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വിശേഷാൽ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ആ ജോലി എത്രയും പെട്ടെന്ന് കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദിവസഭാ ശ്രദ്ധയോടെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചല്ലോ. അതൊക്കെ എഴുതുവാൻ കർത്താവ് അമ്മയെ സഹായിച്ചു. അതിൽ അമ്മയെ ദൈവം കൊടുത്ത വിജയത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് തുടർന്നുള്ള ഭാവിയെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റിച്ചിയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് പഠനത്തെയൊക്കെ കർത്താവ് മാനിക്കേണ്ടത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്ര റിച്ചാർഡ് ബ്രദറിനെ ജെയിംസ് റിച്ചാർഡ് ബ്രദറിനെ കുടുംബമായി അമ്മയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് തലമുറകളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഫെബി ബ്രദറിനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വരുന്ന വെള്ളിയാഴ്ച കർത്താവ് അനുവദിച്ച നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. വെക്കേഷനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ അമേൻ പ്രിയപ്പെട്ടവർ വളരെ ആഗ്രഹത്തോടെ ഒരു ഭവനത്തിൻ്റെ പണി അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഹൗസ് ഡെഡിക്കേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അമേൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയമാണ് നമ്മുടെ പ്രിയ ജോഷുവ മോന് വേണ്ടി. ജോഷുവയുടെ അമേൻ സർജറി വളരെ അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നമുക്ക് അമേ പൈതലിന് പൂർണ്ണ സൗഖ്യവും ബലവും എല്ലാം കർത്താവ് പകരേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ ആൻറ്റി അവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് അമേ സ്തോത്രം പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ അമേ കർത്താവിൻ്റെ ഒരു അത്ഭുത സാക്ഷിയാക്കി പ്രിയ പൈതലിനെ കർത്താവ് നിർത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്തോത്രം ഞങ്ങളുടെ പ്രിയ പൈതൽ ആരോൻമോൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അമേ നമ്മൾ സഭ വളരെ ശ്രദ്ധയോടെ പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായി കർത്താവ് പ്രിയ പൈതലിനെ അമേൻ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി. പൂർണ്ണ സൗഖ്യത്തോടെ ഇന്ന് നമ്മുടെ മധ്യേ ആരാധനയിൽ സംബന്ധിക്കുന്നുവല്ലോ. പ്രിയ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അമേൻ ദൈവസന്നിധിയിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും അവിടെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം കർത്താവ് ധാരാളം പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ കുഞ്ഞിനെ ദൈവകരങ്ങളുടെ പഠനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമേ സ്തോത്രം. അതുപോലെ തന്നെ നാളെ മുതൽ നടക്കുന്ന കൺവെൻഷനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരണം. അമേൻ സ്തോത്രം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ മധ്യ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി ഈ വിഷയങ്ങളെല്ലാം വഹിച്ച് ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കുമല്ലോ. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ കൂടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് കർത്താവെ ഒരുക്കത്തോടെ അങ്ങയുടെ പാതപീഠത്തിൽ കടന്നു വരുവാൻ ഈ രാത്രികാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവം, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ നല്ല പിതാവിനെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാൻ ഈ ആലയത്തിൽ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ വീണ്ടും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. രാവിലെ കർത്താവെ ഞങ്ങൾക്ക് പാടുവാൻ തക്കോണം അവിടുന്ന് കൃപ തന്നല്ലോ. അവിടുത്തെ കൃപയിൽ കർത്താവെ മാനസം തകർന്നവർക്ക് ആശ്വാസം നൽകുന്ന ദൈവം, അവിടുന്ന് പരിപാലിക്കുന്ന ദൈവത്തെ കർത്താവെ ഞങ്ങൾക്ക് ആരംഭത്തിൽ പാടുവാൻ അവിടുന്ന് കൃപ തന്നു. അതിനുശേഷം കർത്താവെ സങ്കീർത്തനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. കർത്താവെ
സർവാന്തരംഗമേ അവൻ്റെ നാമത്തെ സ്തുതിപ്പാൻ എൻ മനമേ ഹോവയെ സ്തുതിക്കുക. അവൻ നമ്മുടെ സകല കൃത്യങ്ങളെയും മോചിക്കുന്ന, പാപങ്ങളെ മോചിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം സങ്കീർത്തനത്തിൽ കൂടെ ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. കർത്താവ്, അതിനുശേഷം വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്റെ മക്കൾ വെച്ചല്ലോ. ഓരോ വിഷയവും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെയും വിദേശ രാജ്യങ്ങളിലും നാട്ടിൽ വിവിധ സ്ഥലങ്ങളിലുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിസ്താരമേറിയ ചിറകിൻ്റെ മറവിൽ അവരവിടെ കാവൽ ചെയ്തുകൊള്ളുമാറാകണമേ. ദുഷ്ടൻ കാണാതെ, ശത്രു കാണാതെ അവിടുത്തെ ചിറകിൻ്റെ മറവടിയിൽ അവിടെ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആലോചന പറഞ്ഞു കൊടുത്ത് അവിടെ നല്ല സഖിയായി, നല്ല മാതാവായി, നല്ല പിതാവായി അവരോടൊപ്പം ഇരുന്ന് കർത്താവേ നിത്യത്തിൽ എത്തിച്ചേരുവാൻ തക്കോണം വഴിവിട്ട വഴികളിലൊന്നും പോകാതെ വണ്ണം കുഞ്ഞുങ്ങളെ അവിടെ സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ 5 കുഞ്ഞുങ്ങൾക്ക് പുതിയ വർഷം അവിടുന്ന് ദാനമായി കൊടുത്തല്ലോ. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ, ദൈവകൃപയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി അവിടെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിമോത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈതൽ കർത്താവെ നാട്ടിലേക്ക് പഠനത്തോടനുബന്ധിച്ച് കടന്നു പോകുന്നു. പൈതൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യവും കൃപയും അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോഷിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരെയും കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. കുടുംബമായി കർത്താവേ ലിമേശിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ഇവിടെ അവിടുന്ന് പരിപാലിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുമാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു. നാളുകൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുവാൻ അടിയങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. റോബിൻ ബ്രദറിനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെയും അവിടുത്തെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവകൃപയിൽ അവിടുന്ന് പൊതിഞ്ഞ് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജോയൽ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തോടനുബന്ധിച്ച് ദുബൈയിലായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലം അവിടെ പഠിപ്പാൻ കൃപ നൽകി. ചുരുങ്ങിയ സമയങ്ങളിൽ ഇവിടെ പേരൻസിനോടൊന്ന് ഒന്നിച്ചായിരുന്നു. ഇപ്പോൾ മടങ്ങി വീണ്ടും തന്നെ പഠന സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പച്ചൻ്റെ സാന്നിധ്യം കൂടെ പോകുമാറാകണമേ. ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അവിടുന്ന് പരിപാലിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കെൻസി ജോൺസൺ ബ്രദറിനെ കുടുംബമായോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 2 മാസക്കാലം നാട്ടിലായിരിക്കാൻ കർത്താവ് അവിടുന്ന് ബലം കൊടുത്തല്ലോ. ആയിരുന്ന സ്ഥലങ്ങളിൽ കർത്താവെ നിന്റെ ദാസൻ്റെ ആവശ്യങ്ങളൊക്കെയും കൂടെ ഇരുന്നു. വീണ്ടും ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. വീണ്ടും ഈ വിദേശത്ത് അവിടുന്ന് പരിപാലിക്കുകയും അവിടുത്തെ കാവലിൽ അവിടെ നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജെയിംസ് റിച്ചാർഡ് ബ്രദറിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ടോണിക്ക് കടന്നു വരുവാനും ഇവിടെ സാക്ഷ്യം പറയാനും ഒക്കെ അവസരത്തെ കൊടുത്തല്ലോ. കർത്താവെ, റിച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗീയ കൃപയിൽ അവിടുന്ന് ഓരോ ദിവസവും അവിടുന്ന് വഴി നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫിബി മാത്തുണ്ണി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവഹിതമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവകൃപയിൽ ആശ്രയിച്ച് പണിഞ്ഞ് പുതിയ ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയൊക്കെയും ഏറ്റവും ഭംഗിയായി തീരുവാൻ അവർക്ക് അവിടെ അനുഗ്രഹത്തോടെ അത് വസിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ജോഷമ്മൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം സർജറിയൊക്കെയും ഭംഗിയായ രീതിയിൽ തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് അവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ ബലമുള്ള ഭുജങ്ങളിൽ അവിടെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി തീർന്ന് സമാധാനത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങിയെത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോന്മന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകാലം പനിയാലൊക്കെയും ഭാരപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. സഭയുടെ സദ്യേറിയ പ്രാർത്ഥന അവിടുന്ന് കേട്ട് വിടുതൽ നൽകി. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ഈ ആലയത്തിൽ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാളെ മുതൽ ആരംഭിക്കുന്ന കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. പാസ്റ്റർ ഷാജി യോഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ തുടർമാനമായി നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെയും ദൈവത്തിൻ്റെ അതിമഹത്തായ കർത്താവെ ശബ്ദം അടിയങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം മാനുഷികമായ ശബ്ദമല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ശുശ്രൂഷ ഇവിടെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഈ ദേശത്ത് നിന്റെ ദാസനെ അഭിഷേകത്തോടുകൂടെ നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും കൂടുതലായിട്ട് കർത്താവെ ആരോഗ്യം ബലമോടുന്ന് കൊടുക്കുമാറാകണമേ. കടന്നു ജനങ്ങൾക്കൊക്കെ അത് അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളൊക്കെയും കർത്താവെ അവിടുത്തെ ചെറിയ മറുപടിയിൽ സൂക്ഷിക്കണമേ. കർത്താവെ, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. വചന ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമേ. വചനത്തിലെ മർമ്മങ്ങളെ വായിച്ചെരുവാൻ തക്കവണ്ണം അതിൻ്റെ ദാസൻ്റെ നാവോടുകൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുമേശു ഞങ്ങളുടെ മുൻപാകെ ഉണ്ടല്ലോ. മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മുൻപാകെ കുറ്റമറ്റ മനസ്സാക്ഷി
മനസാക്ഷിയോടുകൂടി അതിൽ കരം നീട്ടുവാൻ കർത്താവിന് ഇടയാക്കണമേ. ആർക്കും ഇത് ദോഷത്തിനും ശിക്ഷാവിധിക്കും കാരണമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവെ ശുശ്രൂഷയും ഏൽപ്പിക്കുന്നു. തുടർന്ന് അവിടുത്തെ സന്നിധിയിലടി ഞങ്ങൾ അല്പസമയം കൂടെ താണിരിക്കുന്നത് ഏറിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷാജി യോഹന്നാൻ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനത്തിൽ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി അമ്മേ കർത്താവിൻ്റെ ദാസനിലൂടെ സംസാരിപ്പാനിടയാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. കർത്താവിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ഈ സഭാരാധനയിൽ ഈ രാജ്യത്ത് വന്ന് നിങ്ങളെല്ലാവരെയും കാണുവാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാനും സർവകൃപാലുവായ കർത്താവ് ഒരുക്കിയ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒമാനിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ചർച്ചിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിലേറെ ബഹുമാനിക്കപ്പെടുന്ന ധന്യനായ ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എ.വൈ. തോമസ്, തൻ്റെ കുടുംബം, ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ചർച്ചിൻ്റെ ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷനിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ചതിലും അവസരം ഒരുക്കി തന്നതിലും ദൈവസഭയോട് പ്രാരംഭമായിട്ട് നന്ദി പറയുന്നു. സഭയുടെ കൗൺസിലിലുള്ള എല്ലാ അംഗങ്ങളും, എല്ലാവരുടെയും പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല, വരുന്ന ദിവസങ്ങൾ അതിനുള്ള അവസരങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ P.S. അലക്സാണ്ടർ, അദ്ദേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായുള്ള ആഴമായ സ്നേഹബന്ധം താനുമായിട്ടും തൻ്റെ കുടുംബമായിട്ടുണ്ട്. ഈ ചർച്ചിലുള്ള അനേക പ്രിയപ്പെട്ടവരെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഏറെ സന്തോഷം പ്രിയ ചന്ദ്രബോസ് അങ്കിളിനെ കാണുമ്പോൾ. ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞോം പാസ്റ്റർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ റോബിൻ സാക്ഷി പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ കടയ്ക്കാമൺ ചർച്ചിൽ റോബിൻ്റെ മാതൃസഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രദർ P.J. മാത്യു ജോയിച്ചാൻ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ബ്രദർ ജേക്കബ് സാമുവൽ, അവരുടെയൊക്കെ വന്ദനങ്ങൾ അറിയിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. അവരെ ആ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും കാണുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 18 വർഷങ്ങൾക്ക് മുൻപ് 2006 ഒരു പ്രാവശ്യം ഈ OPയുടെ കൺവെൻഷനിൽ വന്ന് ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കടന്നു വരുന്നത്. വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. എങ്കിലും ദൈവത്തെ അവിടങ്ങളിലായിട്ട് നമുക്ക് ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം തരുന്ന അവസരത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപ എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാനില്ല. 37 വർഷമായി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററൽ ശുശ്രൂഷയിൽ എനിക്കായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് മാതാപിതാക്കൾക്ക് 8 മക്കളിൽ 8ാമത്തെ മകനായി ജനിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എൻ്റെ മാതാവ് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഏറിയ വർഷങ്ങൾക്കപ്പുറം ഞങ്ങളുടെ ദേശത്ത് കൊല്ലം ജില്ലയിൽ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുടെ ഒക്കെ പരിണിതഫലമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുവാനും മിൻസോത്രം സംസാരിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിലെ സമയം വളരെ കൃത്യമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള
കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള, വളരെ എപ്പോഴും കേൾക്കുന്ന ഒരു ദൈവവചനമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 1 Peter chapter 5 verse 7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഏറെ പരിചയമുള്ള ദൈവവചന ഭാഗമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പ്രായമുള്ളവർക്കും, സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാം അറിയാവുന്ന ഒരു വചനമാണ്. നമുക്കേറെ ഇഷ്ടവും നമ്മുടെ ഹൃദയത്തിന് ഒത്തിരി ആശ്വാസവും വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ കടന്നു വരുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ആശ്വാസം എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ വേദനകളെ നമുക്ക് സമർപ്പിക്കാം. കാസ്റ്റ് ഓൾ യുവർ ആങ്സൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹീ കെയർസ് ഫോർ യു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതാണ്. നമ്മെ അറിയുന്ന ഒരു നാഥൻ, നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ്, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ആകുലതകളും വ്യാകുലതകളും ഒക്കെ അറിയുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ധന്യനായ വിശുദ്ധ പത്രോസ്ലീഹ ഈ ഭാഗം ഓർമ്മിപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുകൾ കണ്ണുകൊണ്ട് കണ്ട ദൈവഭക്തനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. ആർ നമുക്ക് വേണ്ടി കരുതും? എൻ്റെ ഭാവി എന്താകും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? എൻ്റെ കുടുംബം രോഗം, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള ഭാരങ്ങൾ, വേദനകൾ, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. ഉള്ളു പൊള്ളുന്ന ഒത്തിരി ചോദ്യങ്ങൾ, ഹൃദയം തകരുകയും തളരുകയും ഒക്കെ ചെയ്യുന്ന വേദനയുടെ വേളകളിൽ അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരം എത്ര അനുഗ്രഹമാണ്. കോവിഡ് വന്നു, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ, നമ്മേക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. WHO കണക്കനുസരിച്ച് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, അവരുടെ കണക്കനുസരിച്ച് 90 lakhs 90 ലക്ഷം, 1 കോടിയോളം അടുത്ത ആളുകൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, കോവിഡ് കൊണ്ട് ഉണ്ടായതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, ഇൻഫെക്റ്റഡ് ഓർ അഫക്റ്റഡ്, അത് 88 കോടി എന്നൊക്കെ, ആ കണക്കുകൾ വ്യത്യാസപ്പെടാം. അപ്പം ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു, അനേകർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഒത്തിരി മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ആളുകൾ ജീവിക്കുന്നത്. കുടുംബത്തിലെ പ്രയാസങ്ങൾ, ജോലിയിലെ ടെൻഷൻ, വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ, മാനസികമായി അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഇതിൻ്റെ ഒക്കെ നടുവിൽ എല്ലാ മനുഷ്യനും ഒരു തരത്തിൽ മറ്റൊരർത്ഥത്തിൽ ഹൃദയത്തിൽ മുറിവേറ്റവരായിരിക്കുന്നു. എല്ലാവർക്കും വിടുതൽ ആവശ്യമാണ്, ഒരു ഹീലിംഗ് ആവശ്യമാണ്, നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്, തകർന്ന മനസ്സുകൾക്ക് ഒരു ആശ്വാസം ആവശ്യമാണ്. എവരിബഡി നീഡ്സ് റിക്കവറി, ഹീലിംഗ്, ബിക്കോസ് എവരിബഡി ഈസ് ബ്രോക്കൺ. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒക്കെ തകർന്നിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആകുല ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പത്രോസ്ലീഹ ഇവിടെ പരിശുദ്ധാത്മാവിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതാണ് രാത്രിയിൽ നമുക്ക് ഏറ്റവും ആശ്വാസം തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം, പ്രിയപ്പെട്ടവരുടെ സ്നേഹമൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. ആരും നമ്മളെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം.
പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൺസേൺ, നമ്മെ അറിയുന്നൊരു കർത്താവ്, നമ്മുടെ ഉള്ളുപൊള്ളുന്ന ചോദ്യത്തിന് മറുപടി തരുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നത്. അപ്പോസ്തലൻ ഈ വേദഭാഗം പറയുമ്പോൾ 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യം, അതിൻ്റെ ഒരു ഉദ്ധരണി കൂടെയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്നുള്ള പത്രോസ്ലീഹായുടെ ഈ വാക്കുകൾ. നമുക്കറിയാം 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് എന്താ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കാസ്റ്റ് ഓൾ യുവർ burdens on the Lord, he will sustain you, he will never let the righteous fall. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അപ്പം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന സങ്കീർത്തനത്തിൽ ആ വാക്യം പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായുടെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ ആരെനിക്ക് വേണ്ടി കരുതും? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ എന്താണ്? 142-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം ദാവീദ് പ്രാർത്ഥിക്കുകയാ ഗുഹയിൽ ഇരുന്നു കൊണ്ട്, എന്നെ കാണുന്നവർ ആരുമില്ല, ശരണം എനിക്ക് പൊയ്പോയിരിക്കുന്നു, വലത്തോട്ട് നോക്കി എന്നെ കാണണമേ, ആരും എനിക്കായി കരുതുന്നില്ല, എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല, എനിക്ക് ആരുമില്ല, ഐ ആം എലോൺ, ആരും എനിക്ക് വേണ്ടി കരുതുന്നില്ല, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് ദാവീദ് അവിടെ പറയുകയാണ്. വേദനകൾ ജീവിതത്തിൽ കടന്നു വന്ന സന്ദർഭത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല, നോബഡി, എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല, ആരും എന്നെക്കുറിച്ച് വിചാരമുള്ളവരല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ പ്രാണന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി കരുതി എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ബാങ്ക് ബാലൻസോ, നമ്മൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ വലിപ്പമോ അതിൻ്റെ വിലയോ, അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന വീടുകളുടെ വലിപ്പമോ, നമ്മൾ വാങ്ങിക്കുന്ന സാലറിയോ, അതൊക്കെ എല്ലാറ്റിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പക്ഷേ അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, കർത്താവ് നമുക്ക് തന്ന സൗഖ്യം വിലപ്പെട്ടതാണ്, നമ്മുടെ ആരോഗ്യം വിലപ്പെട്ടതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ വിലപ്പെട്ടതാണ്, നമ്മുടെ കുടുംബം വിലപ്പെട്ടതാണ്, അതൊക്കെ പ്രിയപ്പെട്ടതാ. പക്ഷെ ഇന്ന് രാത്രി എല്ലാറ്റിലുപരി ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുന്നത് നമ്മൾ അനുഭവിക്കുന്ന രക്ഷയുടെ വലിപ്പം ഓർക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഹൃദയം നിറഞ്ഞ് നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയണം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കിടന്ന കുഴിയുടെ ആഴം അറിയുമ്പോഴാ കരകയറ്റിയ കരത്തിൻ്റെ കരുത്ത് നമ്മൾ അറിയുന്നത്. രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു, നമ്മെ സ്നേഹിച്ചു, ദൈവത്തിൻ്റെ പുത്രന്റെ ചോരയാൽ, തങ്ക തിരുരക്തത്താൽ നമ്മളെ അവൻ്റെ മക്കളാക്കി തീർത്തുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് എന്താണ്? ദൈവം കരുതിയത് എന്താണ്? 66-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ദാവീദ് ഭക്തൻ പറയുന്നത്, വരുവീൻ സകല ഭക്തന്മാരുമായുള്ളവരെ, ഞാൻ വിവരിച്ചു പറയാം അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്ത് എന്ന് ഞാൻ വിവരിച്ചു പറയാം. നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് എന്താണ്? രാത്രി നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു, നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചു. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ എൻ്റെ പ്രാണന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. ദാവീദ് പറയുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. എന്നാൽ നമ്മൾ വായിച്ചു 66-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്ത് എന്ന് ഞാൻ വിവരിക്കാം. ദൈവത്തിൻ്റെ കരുതലുകളെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-3 കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. അതിനു മുൻപായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ വിചാരപ്പെടരുത്.
നിങ്ങൾ ആകുല ചിന്തയുള്ളവരായിരിക്കരുത്. വിചാരപ്പെടാത്ത ആരാ ഉള്ളത്? എല്ലാ മനുഷ്യനും വിചാരപ്പെടുന്നവരാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ വിചാരപ്പെടലുകൾ ഉണ്ട്. ചിന്തിക്കണ്ട എന്നല്ല അത് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ആകുല ചിന്ത, വിചാരപ്പെടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ 10 വാക്യത്തിന്റെ ഇടയിൽ 4 പ്രാവശ്യം കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടരുത് എന്ന്. എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് ഓർത്ത് നിങ്ങളുടെ ശരീരത്തിനായി, നിങ്ങളുടെ പ്രാണന് വേണ്ടി നിങ്ങൾ വിചാരപ്പെടരുത് എന്ന്. സ്തോത്രം. വിചാരപ്പെടാത്ത മനുഷ്യരില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധ്യമല്ല. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളാണ് ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, പാർക്കുവാൻ ഒരു പാർപ്പിടം. പ്രൈമറി നീഡ്സ് ആണ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനം എല്ലാം നമ്മൾ ചിന്തിച്ചാലും ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ജോലിയുള്ളവരാ, ശമ്പളം വാങ്ങിക്കുന്നവരാ, പക്ഷെ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കാം, ജോലിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടായിരിക്കാം. എല്ലാവരും ഒരുപോലെ സമൃദ്ധിയല്ല, ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്. പക്ഷേ രാത്രി ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ആകുല ചിന്തയുള്ളവനായിരിക്കരുത്. എന്തായി തീരും എൻ്റെ ഭാവി എന്നോർത്ത് നിങ്ങളുടെ ഹൃദയം വല്ലാതെ ഭാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. ആകുല ചിന്ത എന്നുള്ളത് ഇന്ന് മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ആകുല ചിന്തയ്ക്ക് പരിഹാര മാർഗം എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ളതാണ്. എല്ലാറ്റിനു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം ഉള്ളവരായിരിക്കുക. ബി താങ്ക്ഫുൾ ടു ദ ലോർഡ്. താങ്ക്സ്ഗിവിംഗ് ഈസ് ദ ആന്റിഡോട്ട് ടു വറി. ആകുല ചിന്തയ്ക്കുള്ള മറുമരുന്ന് എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എല്ലാ ആകുല ചിന്തകളും രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. എന്താണ് നമ്മുടെ വിചാരപ്പെടൽ? ആകുല ചിന്തയുടെ പല കാരണങ്ങളെന്ന് പറയുന്നത്, ആകുല ചിന്ത ഉള്ളവരായിരിക്കുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഒരു ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത്, അതിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷയിലെ പദത്തിൻ്റെ അർത്ഥം കടലാസ് കഷ്ണം കഷ്ണമായി മുറിക്കുന്നത് പോലെയാണ്. ടിയറിങ് ഇൻ ടു പീസസ് എന്നാണ്. മനസ്സ് വല്ലാതെ കീറി മുറിക്കപ്പെടുക. എന്തായി തീരും എൻ്റെ ഭാവി? ഈ തലവേദന ഒരു ട്യൂമറായി തീരുമോ? വയറ്റിലെ പ്രശ്നം, ഈ അൾസർ, ഇത് ക്യാൻസറായി തീരുമോ? പലപ്പോഴും ഭയം നമ്മെ അലട്ടുകയാണ്. ആകുല ചിന്ത വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, കഷണങ്ങളായി മനസ്സ് കീറിമുറിക്കുന്ന അനുഭവം പോലെയാണ് ആകുല ചിന്ത. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ചിന്താകുലങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. വിചാരപ്പെടുന്നതിന് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിചാരപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഒരു വിടുതലും കിട്ടുന്നില്ല. എന്നാൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന് വലിയ ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അറിയാം, അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്ന വചനങ്ങൾ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. കെയർഫുൾ ഫോർ നത്തിങ്, പ്രേയർഫുൾ ഫോർ എവറിത്തിങ്, താങ്ക്ഫുൾ ഫോർ എനിത്തിങ്. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുക. നോ ബേർഡൻസ്, ഭാരങ്ങൾ ആവശ്യമില്ല.
നോ റിസർവ്സ്, ആവശ്യമില്ലാത്ത വേദന മനസ്സിൽ കൂട്ടിവെക്കേണ്ട കാര്യമില്ല. നോ മർമറിങ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതിൻ്റെ തൊട്ടു മുകളിൽ അപ്പോസ്തലൻ പറയുന്ന ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഫിലിപ്പിയർ 4:5 വാക്യം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോസ്തലൻ പറയുന്ന ഒന്നിനെക്കുറിച്ച് വിചാരപ്പെട്ടത്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് എത്രയും വേഗം സംഭവിക്കും എന്ന അർത്ഥം അതിനുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ലോർഡ് ഈസ് നിയർ, ഹീസ് അറ്റ് ഹാൻഡ്. കർത്താവ് നമ്മുടെ അടുത്തുണ്ട്, അടുത്തിരിക്കുന്നു, നമ്മുടെയൊക്കെ ഏറ്റവും സമീപസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരപ്പെടരുതെന്ന് പറയുന്നത്? നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എൻ്റെ അടുക്കൽ എൻ്റെ കർത്താവ് ഉണ്ട്. ദൈവമക്കളെ, ജീവിതത്തിൽ വേദനകളുണ്ട്. വി ഓൾ ഹാവ് അവർ ഓൺ അപ്സ് ആൻഡ് ഡൗൺസ്. ഉയർച്ച താഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിൻ്റെ നടുവിൽ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. കർത്താവ് നിന്റെ അടുത്തുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. യു ഹാവ് ടു എക്സ്പെക്ട് ചേഞ്ചസ്. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പച്ചയായ പുൽപ്പുറം എത്ര സന്തോഷമാ അല്ലേ, ഗ്രീൻ പാസ്റ്റേഴ്സ്, സ്വസ്ഥതയുള്ള വെള്ളം എത്ര സന്തോഷമാ, അനുഗ്രഹമല്ലേ നമുക്ക്. ശരിയാണ്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എത്ര സന്തോഷമാ കാര്യം. എൻ്റെ ശത്രുവിൻ്റെ മുൻപിൽ വിരുന്നൊരുക്കുന്നു, അതും നമുക്ക് സന്തോഷമല്ലേ. പക്ഷേ പച്ചയായ പുൽപ്പുറം മാത്രമല്ല, സ്വസ്ഥതയുള്ള വെള്ളം മാത്രമല്ല, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അനുഭവം ഉണ്ട്, അത് മാത്രമല്ല, ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഒരു കൂരിരുൾ താഴ്വരയുണ്ട്. There is a valley, ഒരു കൂരിരുൾ താഴ്വരയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ചില നല്ല അനുഭവങ്ങൾ വരുമ്പോ നമുക്ക് സന്തോഷമാ, ഹല്ലേലൂയ. പക്ഷേ ചില വേദനകളുടെ അനുഭവങ്ങൾ കടന്നു വരാം. കൂരിരുൾ താഴ്വര ഇടയിലുണ്ട്. പക്ഷേ നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട്. We have to go through the valley of the shadow of death. പക്ഷേ ഞാൻ ഭയപ്പെടത്തില്ല, ഒരനർത്ഥത്തെയും ഞാൻ ഭയപ്പെടത്തില്ല. അനർത്ഥം വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അനർത്ഥത്തെ ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കും ദൈവമക്കൾ കരങ്ങളെ അടിച്ചെന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. ചില താഴ്വരകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം, ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം, ചില ഒറ്റപ്പെടലുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ വാലി ഉണ്ട്. ഹല്ലേലൂയ. There is a valley. ഹല്ലേലൂയ. പക്ഷേ ഈ വാലിയിൽ നിന്നെ അവൻ തന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നതായിട്ടുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് എന്ന് ഓർക്കുമ്പോൾ എത്ര വലിയ കാര്യമാണ്. ദൈവം ഈ നമ്മളെ ഒക്കെ സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസമാണ്. എല്ലാ സൃഷ്ടിയും കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ ഓർക്കണം, എല്ലാം കരുതി വെച്ചിട്ട്, എല്ലാം ഒരുക്കി വെച്ചിട്ട്, എവരിത്തിങ് എല്ലാം ദൈവം സൃഷ്ടിച്ച് റെഡിയാക്കി വെച്ചിട്ട് 6-ാം ദിവസം ഒടുവിലായി മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ദൈവത്തിൻ്റെ 7-ാം ദിവസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ 1-ാം ദിവസമാണ്. അപ്പം മനുഷ്യൻ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടു. അവൻ അതേ 1-ാം ദിവസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. അന്ന് റെസ്റ്റാണ്, വിശ്രമമാണ്, സ്വസ്ഥതയാണ്. ദൈവത്തിൻ്റെ 7-ാം ദിവസം മനുഷ്യൻ്റെ 1-ാം ദിവസമാണ്. അപ്പം മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ സ്വസ്ഥമായിക്കൊണ്ട റെസ്റ്റ്. നമുക്ക് മനസ്സൊന്ന് ശാന്തമാക്കാം, അല്ലേ? ശാന്തമായ മനസ്സ്. ഒത്തിരി ആകുലതകളും വ്യാകുലതകളും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റെസ്റ്റ്, വിശ്രമം നമുക്ക് ആവശ്യമാണ്. മനസ്സ് ശാന്തമാക്കുക, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. ആവശ്യമില്ലാത്ത ബേർഡൻ എല്ലാം കൂടെ നമ്മൾ വലിച്ചു കയറ്റി വെക്കണ്ട. ദൈവമക്കളെ, നമ്മൾ ഓർക്കണം,
പാസ്റ്റ്, ഇന്നലത്തെ നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഇന്നലെ ചില മുറിവുകൾ നിനക്കുണ്ടായിട്ടുണ്ട്, ചില ഇന്നർ വൂൺസ്, ഇന്റേണൽ വൂൺസ് ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞുപോയി. ഇന്നലെ നഷ്ടങ്ങൾ സംഭവിച്ചു, പരാജയങ്ങൾ ഉണ്ടായി. നിങ്ങൾ അതോർത്ത് ഭാരപ്പെട്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് സൗഖ്യം കിട്ടുകയില്ല. ഇന്നലെ അത് കഴിഞ്ഞുപോയി, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട. അൺസർട്ടൻ ടുമാറോ, നാളെയെക്കുറിച്ച് അത് നമുക്ക് ഉറപ്പില്ല. നാളെ ദൈവത്തിൻ്റെ കരങ്ങളില്ല. യെസ്റ്റർഡേ ഈസ് ദ ഹിസ്റ്ററി, ടുമാറോ ഈസ് എ മിസ്റ്ററി. അത് നമുക്കറിയില്ല. പക്ഷെ ടുഡേ, ഇന്ന് എന്നുള്ളത്, അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വിചാരപ്പെടേണ്ട, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്കിതൊക്കെയും ലഭിക്കും. ദൈവം എല്ലാം കരുതി വെച്ചിട്ട മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരുതൽ നിനക്കുണ്ട്? ആരും കരുതാത്തൊരു കരുതൽ ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവനാ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്താകുലങ്ങളെ ഇട്ടുകൊടുക്കാം. ഈ ചിന്താകുലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വറി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ നമ്മൾ അവിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ നിഷേധിക്കുക. ഓ, ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് എനിക്ക് നന്മ തരാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അല്ലെങ്കിൽ അവൻ്റെ പഠനം, അവൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ദൈവത്തിന് കഴിയുമോ? ഈസ് ഗോഡ് ഏബിൾ? ദൈവത്തിന് കഴിയുമോ? അത് കഴിയുമോ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ആകുലതയായി അത് വ്യാകുലതയായി മാറുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ അവിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ നിഷേധിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കുന്നതാ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, എത്ര പേർക്ക് അതിൻ്റെ ആഴം പിടികിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുക, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അവൻ എനിക്കായി ജീവിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാ. ദൈവത്തിലുള്ള സമ്പൂർണമായ സമർപ്പണമാ ദൈവത്തിൻ്റെ കരുതൽ. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ അടുത്ത വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എന്ത് ചെയ്യും? വാഴും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, the peace of God which transcends all our understanding. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല ഈ സമാധാനം. ലോകത്തിൽ എത്രയോ ആളുകൾക്ക് സമാധാനമില്ല ദൈവമക്കളെ. നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. പക്ഷെ ഇന്ന് രാത്രി ഓർക്കണം, ദൈവം നമുക്ക് തന്ന സമാധാനം എത്ര വലിയതാണ്. എല്ലാ വിചാരങ്ങളും അവന്റെ കരകളിൽ ഇട്ടുകൊടുക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ വാഴുക എന്ന് പറയുന്നത് എത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു. അബ്രഹാമിന് വേണ്ടി ദൈവം മോറിയ മലയിൽ ഒരു ആട്ടിൻകുട്ടിയെ കരുതി. ഇസഹാക്കുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു ആട്ടുകൊറ്റനെ ആ മലയുടെ മണ്ടയ്ക്ക് കർത്താവ് ഓടിച്ച് കയറ്റി. അബ്രഹാമേ, നിന്റെ മകനെ ചാരമാക്കുവാൻ നീ പോകുകയാ, പക്ഷെ ആ ചാരത്തിൽ നിന്നും 1000 ഇസഹാക്കന്മാരെ തിരികെ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മോൻ ചോദിച്ചല്ലോ, അപ്പാ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ? പക്ഷെ അബ്രഹാം പറഞ്ഞു, പതറാതെ പറഞ്ഞു, മകനെ ദൈവം കരുതിക്കൊള്ള. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ദൈവം മോറിയ മലയിൽ ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു വാഗ്ദത്തം നിനക്ക് വേണ്ടി മലയുടെ മണ്ടയ്ക്ക് ദൈവം കുരുക്കിയിട്ടിരിക്കുക എന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? അബ്രഹാം ദൈവത്തിന്റെ കരുതൽ കണ്ടു. യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളാം.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയും നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ ഒരു നീറുറവ കരുതി. ഹാഗർ കവിണ്ണു വീണ ഇടത്ത്, അവളുടെ കണ്ണുനീരിന്റെ ചൂട്, കണ്ണുനീർ വീണ ഇടത്ത് ഒരു വിടുതലിന്റെ ചൂടുറവ ദൈവം അവിടെ കരുതിയിരുന്നു. ഹല്ലേലൂയ. ഏലിയാവിനെ കരീത്ത് തോട്ടിൽ അയക്കുമ്പോൾ ഒരു കാക്കയെ ദൈവം അവിടെ കരുതിയിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ അറിയാത്ത കരുതലുകൾ നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന രാത്രിയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക. നിന്റെ ആകുല ചിന്തകൾ, അത് ശരീരത്തിന്റെ രോഗമാകട്ടെ, അത് മനസ്സിന്റെ ഭാരമാകട്ടെ, അത് തലമുറയെ കുറിച്ചുള്ള വിഷയമാകട്ടെ, അത് ജോലിയിലെ പ്രയാസങ്ങളാകട്ടെ, നിനക്കെതിരെ ഡോക്ടേഴ്സ് വിധി എഴുതിയ ചില മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഡോക്ടേഴ്സ് ചുവന്ന മഷി കൊണ്ട് വരച്ച, റെഡിങ് കൊണ്ട് വരച്ച സ്റ്റേറ്റ്മെന്റിന്റെ മേൽ ഒരു ഓവർ റൈറ്റിംഗ് എഴുതാൻ ഇന്ന് രാത്രി എന്റെ കർത്താവിന് കഴിയും. MRIയിൽ തെളിയാത്തത്, സ്കാനിങ്ങിൽ തെളിയാത്തത് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കണ്ണിന് മുൻപിൽ അത് തെളിയും. ഹല്ലേലൂയ. നീ വിചാരപ്പെടണ്ട, അവന്റെ അടിപ്പിണരുകളിൽ നിനക്ക് സൗഖ്യമുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ചിന്താകുലങ്ങളെ വയ്ക്കുക. ദൈവമക്കളെ, സമയത്തിൻ്റെ പരിമിതി എനിക്കറിയാം. ഞാൻ തക്ക സമയത്ത് അതേ വചനം വേഗത്തിൽ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പത്രോസ് കരുതലിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ 3 അനുഭവങ്ങൾ കമ്പി വാക്കുകളിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1, പത്രോസ് ആണല്ലോ ഇത് പറയുന്നത്, വെറുതെ പറയല്ലോ. ദൈവം കരുതുന്നവനാണ്. 1 ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. തിബരിയാസ് കടലിൽ ഗന്നസരത്ത് തടാകത്തിൽ കർത്താവ് മീൻ പിടിക്കാൻ പോയി. കർത്താവ് അവിടെ ചെല്ലുന്ന സന്ദർഭമൊക്കെ നമുക്കറിയാമല്ലോ. പത്രോസിന്റെ വേദനകളൊക്കെ കർത്താവ് പറഞ്ഞു. പടക് കർത്താവിന് വിട്ടുകൊടുത്തു. പടകിൽ കയറി കർത്താവ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാ പത്രോസിന്റെ പ്രശ്നത്തിലേക്ക് കർത്താവ് കടന്നത്. ദൈവരാജ്യം കർത്താവ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാ പത്രോസിനോട് പറഞ്ഞത്, നീ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്ക്. പത്രോസ് പറഞ്ഞു, നാഥ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പത്രോസ് അനുസരിച്ചു, വലയിറക്കി. നമുക്കറിയാം, ആ പടക നിറയെ മീൻ കിട്ടി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നിന്റെ വാക്കിന് വലയിറക്കാം. പടക് കഴുകി, വല കഴുകി വീട്ടിലേക്ക് പോകുമ്പോഴാ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്ക്. ഇന്ന് രാത്രി നിരാശയോടുകൂടി ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ശൂന്യതയുടെ മണ്ഡലമാണ്. പക്ഷെ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി പത്രോസ്. ആ പടക് നിറച്ച് അവന് മീനെ ലഭിച്ചു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ കരുതൽ കണ്ണുകൊണ്ട് കണ്ട മനുഷ്യനാ പത്രോസ്. ശൂന്യമായ പടകിൽ കർത്താവ് നിറച്ചു കൊടുത്തത് അനുഭവിച്ച ദൈവഭക്തനാ പറയുന്നത്, അവൻ നിങ്ങൾക്കായും കരുതുന്നവനാ. എനിക്ക് വേണ്ടി കരുതിയെങ്കിൽ അവൻ നിങ്ങൾക്കായും കരുതുന്നവനാ. ഒരു ദൂതൂടെ അവിടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ വിടുക. പടക് നിറച്ച് കർത്താവ് കൊടുത്തു. പക്ഷെ പത്രോസ് നിറവിൻ്റെ പിറകെ പോയില്ല, നിറച്ചവൻ്റെ പിറകെ പോയി. രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാം? നിറച്ച് തരും നിനക്ക്, പക്ഷെ നിറവിൻ്റെ പിറകെ പോകരുത്. ഭൗതികം തരും, അതൊക്കെ ദൈവത്തിൻ്റെ നീതിയും വിശ്വസ്തതയാ, പക്ഷെ അതിൻ്റെ പിറകെ അല്ല, നിറച്ചവൻ്റെ പിറകെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഭവിക്കുമ്പോൾ ആ നന്മകൾക്കായി നമ്മൾ സ്തോത്രം ചെയ്യണം. പക്ഷേ അതിലുപരി കർത്താവിന് മഹത്വം കൊടുക്കുക. Praise the Lord. Hallelujah. രണ്ടാമത് പത്രോസ് കരുതൽ കണ്ടത് നമുക്കറിയാം. മത്തായി സുവിശേഷം, hallelujah, praise the Lord, 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. hallelujah, praise the Lord, hallelujah, കരം കൊടുക്കുന്ന സന്ദർഭം. പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ് ചോദിച്ചു, പത്രോസ്, ശിമോനെ കരം കൊടുക്കണ്ടേ, ടാക്സ് കൊടുക്കണ്ടേ? അതെ, കൊടുക്കണം കർത്താവേ. ഈശോ കാശു വല്ലതും ഉണ്ടോ? ശിമോനെ കാശു വല്ലതും ഉണ്ടോ? ശിമോൻ കീശയെ കൈയിട്ടു, ഒന്നുമില്ല. കർത്താവിൻ്റെ ഈശോയുടെ കീശയിലും കാശില്ല. ടാക്സ് കൊടുക്കണമല്ലോ, നിയമം അനുസരിക്കണ്ടേ. കരം കൊടുക്കാൻ കാശില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വേഗം ചൂണ്ടയെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പത്രോസ് അതനുസരിച്ചു. പോയി ചൂണ്ടയെറിഞ്ഞപ്പോൾ ആ ചൂണ്ടയ്ക്കകത്ത് ഒരു മീൻ വന്ന് കുരുക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ്. കർത്താവ് പറഞ്ഞു, നീ ആദ്യം ചൂണ്ടയെറിയുമ്പോൾ നിനക്ക് കിട്ടുന്നതായ മീനെ വാ
പിളർന്ന് നോക്കുക, അതിനകത്ത് ടാക്സ് കൊടുക്കാനുള്ള കാശുണ്ട്. 2 കാശ് നിനക്കും 2 കാശ് എനിക്കും, 4 കാശ് ചതുർദ്രഹ്മ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈശോ കരം കൊടുക്കാൻ കാശില്ല. പക്ഷേ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നീന്തി കുടിക്കുന്നതായ അനേകായിരം മത്സ്യങ്ങളുണ്ട്. പക്ഷേ ദൈവം കരുതിയ ആ ദൈവത്തിൻ്റെ കരുതൽ പത്രോസിന്റെ കണ്ണുകൊണ്ട് കാണാനിടയായി തീർന്നു. കരം കൊടുക്കാൻ കാശില്ലാതെ വലയുമ്പോ മീനിന്റെ വയറ്റിനകത്ത് ദൈവത്തിന്റെ കരുതൽ, കരം കൊടുക്കാനുള്ള കാശ് കർത്താവ് കരുതി. ഈ പത്രോസ് കണ്ണുകൊണ്ട് കണ്ടതാ ദൈവത്തിന്റെ കരുതൽ. അതുകൊണ്ട് പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അവിടെയും നമ്മൾ കാണുന്നല്ലോ, പത്രോസ് ഏറ്റവും ഒടുവിലായിട്ട് കർത്താവിൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്ക് ഒക്കെ ആ സന്ദർഭത്തിൽ പത്രോസ് ഹല്ലേലൂയ മീൻ പിടിക്കാൻ പോയി. കർത്താവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? നാം എന്തെങ്കിലും ഉണ്ടോ? രുചിക്ക് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിനോട് പത്രോസ് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, വലത്തു ഭാഗത്ത് വല വീശാൻ. 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 153 മീൻ എന്ന് പറയുന്നത് അത് 153 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഏറ്റവും മേൽത്തരമായ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതൊക്കെ കർത്താവ് കൊടുത്ത് പ്രാതൽ കഴിക്കാൻ പറഞ്ഞു. കനലിൽ മേൽ ചുട്ട ആ ബ്രെഡും മീനും ഒക്കെ വറുത്ത് കൊടുത്തിട്ട് അവരുടെ ക്ഷീണവും വിശപ്പും ഒക്കെ മാറ്റിയിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ശിമോനെ, ഇവയിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? 2 പ്രാവശ്യം ചോദിച്ചു. കർത്താവ് ഹല്ലേലൂയ നീ അറിയുന്നു എന്ന് പറഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവെ, നീ സകലവും അറിയുന്നു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ള ആ വലിയ ദൗത്യം പത്രോസിന് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ 3 സംഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാരാഗൃഹത്തിൽ പത്രോസ് കിടക്കുകയാ. ചങ്ങലധാരികളായി ഹല്ലേലൂയ ചങ്ങല ധരിച്ചുകൊണ്ട് പത്രോസ് കിടക്കുമ്പോൾ കാവൽക്കാർ കാവൽ കത്തുകൊണ്ടിരിക്കുമ്പോൾ സഹസ്രതയോടുകൂടി പ്രാർത്ഥിച്ചു. ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരുതലുകൾ കണ്ണിന് മുൻപിൽ കണ്ട പത്രോസിന് ഇന്ന് രാത്രിയിൽ നമ്മോട് പറയാൻ കഴിയും, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. റോമാലേഖനം 8-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും, യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി തന്നെങ്കിൽ ആ കർത്താവിനോടുകൂടെ സകലവും നമുക്ക് വേണ്ടി കരുതുന്നവനാണ് അവൻ. നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടകളടച്ചാടും. യേശുവിൻ്റെ നാമത്തിൽ രാത്രിയിൽ ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തിനായി, ഒരു സ്പർശനത്തിനായി രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ശാരീരികമായി മാനസികമായി ഭാരങ്ങളോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുക. ആത്മമണ്ഡലങ്ങളിൽ, മാനസിക മണ്ഡലങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. രാത്രി കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയാ. ഉച്ച മുതലുള്ള കാലം വരെ ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തുകയാ. പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ, രോഗസൗഖ്യം, മനസ്സിലും ശരീരത്തിലും ഒരു കർത്താവിന്റെ സ്പർശനം ഇന്ന് രാത്രി എനിക്ക് അനുഭവിക്കണം എന്നാ വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ തൊടുന്ന രാത്രിയാ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ റിബാല ഹംദര. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന രാത്രിയാ. ആ ഭാരം മാറിപ്പോകട്ടെ, ആ തലയുടെ വേദന വിട്ടുപോകട്ടെ, കൈകൾ കൊട്ടവിട്ടൊഴിയട്ടെ. ഇടിമുഴക്കത്തിന്റെ മറവിൽ ഉത്തരമരുളുന്ന ദൈവം ആ വലിയ ടൺ കണക്കിന് ഭാരം പോലെ, ചങ്ക് പിടയുന്നത് പോലെ വല്ലാത്ത ഭാരം നിന്റെ ഹൃദയത്തിൽ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വിചാരങ്ങൾ, ആ ഗുണചിന്തകൾ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഭാരം നീങ്ങിപ്പോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കരം തൊട്ടതിനാൽ സ്തോത്രം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന അനുഗ്രഹീത സന്ദേശം കർത്താവിൻ്റെ ദാസനിലൂടെ രാത്രി കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മെ വീണ്ടും സമർപ്പിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അമ്മേ കർത്താവിലിട്ടുകൊണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ താൻ അനുഭവിച്ച കരുതലിനെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് വിചാരപ്പെടേണ്ട, അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. നമ്മെ തുടർന്ന് നമ്മെ കർത്താവിൻ്റെ ദാസനെ കർത്താവ് വളരെ ശക്തമായി വീണ്ടും നമ്മുടെ മധ്യേ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അമേൻ പ്രാർത്ഥിക്കുന്നു. അമ്മയെ തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ കർത്തൃമേശയ്ക്ക് വേണ്ടി അമേൻ വേർതിരിക്കുകയാണ്. അമേൻ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ